ഇവിടെ കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു. അതായത് CMRൽ നിന്നും പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ പേരിൽ ഒരു അന്വേഷണത്തിനും പരാതിക്കാരന്, അതായത് മാത്യു കുളനാടൻ MLAക്ക് താല്പര്യമില്ല. കോടതി തന്നെ പറയാം. 3 പേരെ മാത്രം തിരഞ്ഞുപിടിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അതാ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. കോടതി തന്നെ നിഗമനത്തിലെത്തുകയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. അതുപോലെ KRIML ഭൂപരിധി നിയമത്തിൽ ഇളവ് അനുവദിക്കപ്പെടണമെന്ന് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുക മാത്രമേ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. വിധിന്യായത്തിൽ തന്നെ പറയുകയാണ്, മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന നിവേദനത്തിൽ എടുക്കുന്ന സാധാരണ നടപടിക്രമം മാത്രമാണ്. ഇതിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് കോടതി പറയുന്നത്, KRIMLന് എന്തെങ്കിലും ഇളവ് നൽകാനുള്ള 2 അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇളവ് നൽകുന്ന യാതൊരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പേജ് 24 അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ഇക്കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കുക സാധ്യമല്ല. സാധാരണ കൊണ്ട് നിഷേധിച്ചു പോവല്ല, സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാണ് കോടതിയുടെ വിധി. ഇത്തരത്തിൽ വ്യക്തമായ കോടതി വിധി ഉണ്ടായിട്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായ ചർച്ച സംഘടിപ്പിക്കാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ചർച്ചകൾ, ചാനലുകളായാലും മാധ്യമങ്ങളായാലും എല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ടി, അത് കോൺഗ്രസും ഉണ്ട്, BJPയും ഉണ്ട്, UDF ഉണ്ട്, BJPയും ഉണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗൂഢാലോചനയും ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നും അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും കൃത്യതയോടുകൂടി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയുമില്ല. ചർച്ച നടത്തേണ്ടുന്ന ഒരു വിഷയമായിട്ട് അതാരും പരിഗണിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ കാര്യം കുഴൽനാടനോട് ഞങ്ങൾ പറഞ്ഞത്, കുഴൽനാടൻ ഇങ്ങനെയുള്ളൊരു കേസ് ഒരു വിധി വാങ്ങിയത് നന്നായി. കാരണം ഈ കാപട്യം മുഴുവൻ തുറന്നു കാണിക്കാൻ ഇവിടെ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളെ വിധി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്ട് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അത് നന്നായി. എന്നാൽ ഈ കള്ള പരാതിയുമായിട്ട് ഈ ഒരു വ്യവഹാരി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യവഹാരി, ഞാൻ പിന്നെ അതിന് വേറെ വിശേഷണമൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യവഹാരി ഈ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയി നല്ലതുപോലെ കാര്യങ്ങൾ തിരിച്ച് വ്യക്തത വരുത്തി കോടതി വിധിയും വന്നപ്പോൾ അദ്ദേഹം ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യം, മുമ്പേ അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നത് എന്തേ അദ്ദേഹം നടപ്പിലാക്കുന്നില്ല? അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുളനാടനെ പറ്റി പറയുന്നത്, അദ്ദേഹം വലിയ കേസിൽപ്പെട്ട് നിൽക്കുകയാണ്. ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലെ അതിശക്തിയായ ഗവൺമെൻറ് നടപടിയുമായി നിൽക്കുകയാണ്. അതിനെ വെള്ളപൂശുന്ന കാര്യത്തിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രധാനമായിട്ടുള്ളതോ ഒന്നൊന്നിനും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല. എന്നാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ പത്രസമ്മേളനത്തിലെയും ആർഗ്യുമെൻ്റ് എന്തോ വലിയ ആർഗ്യുമെൻ്റാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണെന്ന് കൃത്യമായിട്ട് വ്യക്തത വന്നിട്ട്
നിങ്ങൾക്ക് എന്തേ അതിനോട് പ്രതികരിക്കാനാവുന്നില്ല? അദ്ദേഹം തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ മാപ്പ് പറയണം എന്ന ഒരു ഡിമാൻഡ് വെക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാപ്പല്ല അതിൻ്റെ പ്രതിവിധി എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ 1-2 ഘട്ടങ്ങളിലായി ഈ കേസ് നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഇതിന് തയ്യാറാണ്, മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്ന കാര്യമാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത്. അതിന് മറുപടി പറയാൻ കുഴൽനാടന് ബാധ്യതയുണ്ട്.